കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീരും വരെ നീട്ടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഏകദേശം നവംബർ-ഡിസംബറോട് കൂടി ആരംഭിക്കാനിരിക്കുകയാണ് ഇങ്ങനൊരു ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രം കേരളത്തിൽ SIR നടപ്പാക്കിയാൽ മതി എന്നുള്ളൊരു നടപ്പാക്കണമെന്നൊരു ആവശ്യമാണ് ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ ഈ സമാന ആവശ്യം കഴിഞ്ഞ ദിവസം ഈ SIRമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കക്ഷികളുടെ യോഗം ഈ തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. അവിടെയും ഈ സമാനപര ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഇത്തരത്തിൽ നടത്തിയാൽ മതി. അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ഒരു SIR പരിഷ്കരണം കേരളത്തിൽ നടപ്പാക്കിയാൽ മതി എന്നുള്ളൊരു ആവശ്യം ഈ ഒരു രാഷ്ട്രീയ കക്ഷികൾ ആ യോഗത്തിൽ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രത്തൻ കേൽക്കർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ A ഷാജഹാനുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും SIRന്റെ ചുമതലയുള്ള കളക്ടർമാർക്കും ഡെപ്യൂട്ടി കളക്ടർമാർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർമാരായതിനാൽ നടപടികളിൽ ആശയക്കുഴപ്പമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ആശങ്കയും ഇതിനോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇത് കണക്കിലെടുത്താണ് SIR നീട്ടണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നവംബറിലോ ഡിസംബറിലോ ഉണ്ടായേക്കും. അതിനുശേഷം കേരളത്തിൽ SIR നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കേന്ദ്രത്തിൻ്റെ തീരുമാനം എങ്ങനെയായിരിക്കും എന്നുള്ളത് അനുസരിച്ചാകും ഇനിയുള്ള നീക്കം. കാരണം ഈ ആവശ്യം അംഗീകരിക്കുകയാണെങ്കിൽ ഡിസംബറിലായിരിക്കും ഇനി കേരളത്തിൽ SIR നടപ്പാക്കുക. അല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് വരും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഇതുവരുമായി ബന്ധപ്പെട്ടുള്ള SIRമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെയും ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു SIRമായി ബന്ധപ്പെട്ടുള്ള പരിഷ്കരണത്തിൻ്റെ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത് നൽകിയിട്ടുണ്ടായിരുന്നു. ബൂത്ത് ലെവൽ ഓഫീസർമാർക്കും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനമൊക്കെ ഡൽഹിയിൽ നടന്നു കഴിഞ്ഞു. അതിന് ഭാഗമായി ഇത് രാജ്യവ്യാപകമായി SIR നടപ്പാക്കുമെന്നുള്ളൊരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഈ SIR നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് നടക്കാനിരിക്കുന്നതിനാൽ, അതായത് നവംബർ-ഡിസംബറോടുകൂടി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കും. അതിൻ്റെ മുമ്പ് തന്നെ SIR നടപ്പാക്കുന്നത് ആശങ്കയുണ്ടാകുമോ എന്നുള്ളൊരു അതിലെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്കയുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അതൊരു നീട്ടിവെക്കണമെന്നുള്ളൊരു ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനി അറിയേണ്ടത്. ശരി, കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ SIR നീട്ടിവെക്കണമെന്ന ആവശ്യമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്. GST പരിഷ്കരണം നിലവിൽ വന്നതോടെ വിലക്കുറവെന്നത് സാധാരണക്കാർക്ക് പ്രതീക്ഷയേകുന്നു. 453 ഉൽപ്പന്നങ്ങളുടെ നിരക്കിനാണ് മാറ്റം വന്നിരിക്കുന്നത്. പ്രതീക്ഷകൾക്കൊപ്പം ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് വിതരണക്കാർക്കും ചെറിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുമാതിരി ഫുഡ് ഐറ്റത്തിനൊക്കെ 5% കസ്റ്റമേഴ്സിന് ഉപകാരമാണ്.
ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കാലക്രമേണ ശരിയാവും, കുറഞ്ഞു വരുമെന്ന് വിചാരിക്കുന്നു വില. സാധാരണക്കാർക്ക് ഇത് ഓരോ ദൈനംദിന ആവശ്യങ്ങൾക്ക്